നമസ്കാരം. നീ ഒരു പെണ്ണായതുകൊണ്ട് മറ്റുള്ളവർ നിന്റെ മേൽ അവരുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിച്ചെന്ന് വരാം. നീ എങ്ങനെയൊക്കെ വസ്ത്രം ധരിക്കണം, നീ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, നിനക്ക് ആരെയൊക്കെ കാണാം, ഏതുവരെയൊക്കെ യാത്ര ചെയ്യാം എന്നിങ്ങനെ നിന്റെ അതിർത്തികൾ പോലും മറ്റുള്ളവർ നിശ്ചയിച്ചെന്ന് വരാം. എന്നാൽ നീ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെ നിഴലിൽ ജീവിക്കേണ്ടവളല്ല. നിന്റെ തന്നെ വിവേകമാർന്ന തീരുമാനത്തിൽ നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ തെളിയട്ടെ. ഇത് പറഞ്ഞത് ഇന്ത്യൻ സിനിമയുടെ എക്കാലത്തെയും അഭിമാനമായ അമിതാഭ് ബച്ചനാണ്. ബച്ചൻ തന്റെ കൊച്ചുമകൾക്ക് എഴുതിയെന്ന് പറയപ്പെടുന്ന കത്തിലെ പ്രസക്തമായ വരികളാണിത്. ബച്ചൻ ഇത് പറയുന്നതിന് എത്രയോ മുമ്പ് തന്നെ നമ്മുടെ സ്ത്രീകൾ ഇത് രഹസ്യമായും പരസ്യമായും പറഞ്ഞിട്ടുള്ളതാണ്. ആരാണ് എൻ്റെ അതിർത്തികൾ തീരുമാനിക്കുന്നത് എന്ന്. സ്ത്രീകളുടെ സ്വപ്നങ്ങൾക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ എന്ന ടാഗ്ലൈനോട് കൂടി ഇറങ്ങിയ മലയാള സിനിമയും നമ്മൾ ആരും മറന്നിട്ടില്ല. അടക്കം, ഒതുക്കം, ശാലീനത, ശാന്തത തുടങ്ങിയ പെൺപുണ്യങ്ങളെക്കാൾ ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യമായിട്ടുള്ളത് നീതിബോധം, പ്രതികരണശേഷി, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, ആ ഉറച്ച തീരുമാനങ്ങൾ എന്നിവയൊക്കെയാണ്. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് മറ്റൊരാൾ സ്ത്രീക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടെന്ന ഒന്നല്ല, മറിച്ച് അവൾക്ക് അവളുടേതായ ആ ജന്മത്തോട് തോന്നുന്ന ഒരു വലിയ പുണ്യമാണ്. അല്ലെങ്കിൽ താൻ ആരാണെന്ന് സ്വയം മനസ്സിലാക്കുമ്പോൾ തോന്നേണ്ടുന്ന ഒന്നാണ് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത്. ഏത് കാറ്റിനും ഉലയാതെ നിൽക്കുന്ന, കാറ്റിനെതിരെ കരുത്തോടെ പോരാടുന്ന സ്ത്രീ കഥാപാത്രങ്ങളോട് നമുക്ക് ബഹുമാനം തോന്നുക തന്നെ വേണം. അവർ ചിലപ്പോൾ ചില സാധാരണക്കാരായ വീട്ടമ്മമാരോ അല്ലെങ്കിൽ തൊഴിലാളി സ്ത്രീകളോ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല അന്താരാഷ്ട്ര സംഘടനയുടെ തലപ്പത്ത് നിൽക്കുന്നവരോ വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന സ്ത്രീകളോ ഒക്കെ ആയിരിക്കാം. എന്തു തന്നെയായാലും സ്ത്രീകൾക്ക് അവരുടേതായ ഒരു അനുഭവ ലോകമുണ്ട്. സ്ത്രൈണതയുടേതായ സൂക്ഷ്മദർശിനി കൊണ്ട് മാത്രം നോക്കിയാൽ കാണുന്ന അനുഭവ ലോകം. സ്ത്രൈണതമായ ഗുണങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തവർക്ക് ആ ഒരു അനുഭവ ലോകത്തേക്ക് ഒരിക്കലും പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ മാർച്ച് 8 ലോകമെമ്പാടും വനിതാ ദിനമായി ആഘോഷിക്കുമ്പോൾ അഴകിൻ്റെയും കരുത്തിൻ്റെയും കരുതലിൻ്റെയും കഴിവിൻ്റെയും ഒക്കെ സ്ത്രീകളെ നമുക്ക് ചേർത്ത് പിടിക്കാം. സ്ത്രീ രത്നങ്ങളെ നമുക്ക് നമ്മുടെ അഭിമാനത്തോടെ കണക്കാക്കുകയും ചെയ്യാം. നാം ഒന്നും മറന്നു പോകരുത്. സ്ത്രീയുടെ കഴിവിൻ്റെയും അവളുടെ ആ ഒരു അറിവിൻ്റെയും പുണ്യത്തിൻ്റെയും ഒക്കെ ആകെത്തുകയാണ് നാം എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. എല്ലാവർക്കും വനിതാ ദിനത്തിൻ്റെ എല്ലാ ഹൃദ്യമായ ആശംസകളും നേരുന്നു.